ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ DNA ഫലം കാത്തിരിക്കുകയാണ് കുടുംബം. പരിശോധനാ ഫലം ലഭിച്ചാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാർവാർ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, എപ്പോഴത്തേക്ക് DNA പരിശോധനാ ഫലം ലഭിക്കും? മറ്റ് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ടോ? നിബീഷ്, ഇന്ന് ഉച്ചയോടെ DNA ഫലം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ വൈകിട്ടോടു കൂടി തന്നെ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതേസമയം ഇത്തരത്തിൽ ഈ മൃതദേഹം നാളെ രാവിലെയോട് കൂടി കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ കർണാടക സർക്കാർ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഉചിതമായ യാത്രയയപ്പ് നൽകാനാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോട് കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടിയോ തന്നെ ഇത്തരത്തിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നിർണായകമാകുന്ന DNA ഫലം ഇത്തരത്തിൽ അർജുന്റെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ മൃതദേഹം കാർവാർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. DNA പരിശോധനാ ഫലം ഉച്ചയോടെ ലഭിക്കുമെന്നാണ് ജോസഫ് അഗസ്റ്റിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.